നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനോ ജനാർദ്ദനൻ. രുചികരമായിട്ടുള്ളൊരു നാടൻ കറിയുടെ റെസിപ്പിയാണിത്. പരിപ്പും പച്ചക്കായ, ചെറിയ കായാണ് കേട്ടോ, നേന്ത്രക്കായല്ല. അപ്പോൾ ഇത് വളരെ രുചികരമായിട്ടുള്ളൊരു നാടൻ കറിയാണ്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വന്നാലോ. ഞാനിതവിടെ പച്ച ചെറുകായ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം പകുതി തൊലിയെ കളഞ്ഞിട്ടുള്ളൂ. പകുതി തൊലിയോട് കൂടി തന്നെയാണ് ഞാനിത് നുറുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ട് വരാം. അതിനു മുന്നേ നമുക്കൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പരിപ്പ് ഇതിലേക്ക് ഇട്ടു കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. പച്ചക്കായ ഞാനിതവിടെ കുറച്ച് നീളത്തിലാണ് നുറുക്കിയിട്ടുള്ളത്. അതവിടെ മാറ്റി വെച്ചു. ഇനി കറി ഉണ്ടാക്കാനായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 30 സെക്കൻഡ് നേരം മതിയായിരിക്കും. ചെറിയ തീയിലിട്ട് വേണം മൂപ്പിക്കാൻ. 30 സെക്കൻഡ് നേരം മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നീട് ഇത് കരിയാതിരിക്കാനായിട്ട് ഇതിലേക്ക് സ്വല്പം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് പച്ചക്കായ ഇട്ട് കൊടുത്തു. ഒരു 2 തക്കാളി ചെറുത് അല്ലെങ്കിൽ വലിയൊരു തക്കാളി അതിട്ട് കൊടുത്തു. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി വേവിപ്പിക്കാം. പിന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് പച്ചക്കായ വേവുന്നത് വരെ വേവിച്ചെടുക്കാം. പച്ചക്കായ്ക്ക് അധികം വേവൊന്നുമില്ല, അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് നീട്ടണ്ട. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പില്ല, കുറച്ച് കുറവായിരിക്കും. ഇത് അടച്ചു വയ്ക്കാം. അത് വെന്ത് കഴിഞ്ഞിട്ട് മുന്നേ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു 1/4 മുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. വേറെ ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കായ ഏകദേശം വെന്ത് കാണും. ഞാൻ പറഞ്ഞില്ല, അധികം വേവില്ലാത്തതാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിടക്കണത്. ഇനി ഇതിലേക്ക് സ്വല്പം പുളി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മുടെ അരപ്പ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ചിട്ട് തിള വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ഉപ്പ് പുളിയെല്ലാം പാകമാണോ എന്ന് ഈ സമയത്ത് നമുക്ക് നോക്കാവുന്നതാണ്. സ്വല്പം ഉപ്പ് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അടച്ചു വയ്ക്കാൻ പോവുകയാണ്. അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. കാരണം കറി ഒന്ന് കുറുകി വരാനുണ്ട്. ഇപ്പോൾ 5 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ നമ്മുടെ നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രുചികരമായിട്ടുള്ളൊരു നാടൻ കറിയാണിത്. പഴയ കാലത്തൊക്കെ അമ്മമാർ വീട്ടിലുണ്ടാക്കിയിരുന്ന കറിയാണ്. ഇന്നും ഇതുപോലത്തെ കറികൾ ഉണ്ട്. പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അത്ര താല്പര്യം കാണില്ല. പക്ഷേ വളരെ രുചികരവും ആരോഗ്യകരവുമായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഞാനിത് ഇറക്കി വെച്ചു. ഇനി ഇത് നമുക്കൊന്ന് വറവിടാനുണ്ട്. ഇതിൻ്റെ വറവ് കൂടി പൂർത്തിയായാലാണ് ഈ കറിയുടെ യഥാർത്ഥ രുചി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതോട് കൂടിയിട്ട് 1/2 ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് 2 നുറുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള നാടൻ പരിപ്പ് പച്ചക്കായ കറി ഇവിടെ റെഡി. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഈ കറി കണ്ടു കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം രുചി കാണുമെന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ കരുതുന്നു. വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തി പോകാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത രുചികരമായിട്ടുള്ള ഒരു വിഭവമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.